അപ്പം നമ്മളിന്നിവിടെ സാമ്പാർ കറി ഉണ്ടാക്കാൻ പോവാണേ. അതിനായി കുറേ വെജിറ്റബിൾസ്, കുറേ മുരിങ്ങയ്ക്ക ഉണ്ട്, ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്. പിന്നെ കുറേ വെജിറ്റബിൾസും പിന്നെ ഒരു കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകും, പിന്നെ കുറച്ച് തക്കാളി പേസ്റ്റാക്കി, ഇത് ഒരു തക്കാളിയേ ഉള്ളൂ കേട്ടോ, ഒരു തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ല കുറച്ച് കൊഴുപ്പ് കിട്ടാൻ നല്ലതാണ്. പിന്നെ ഇത് കുറച്ച് പുളിവെള്ളമാണ്, വാളംപുളിയുടെ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിപ്പ്, പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുത്ത സാമ്പാർ പൊടിയാണ് കേട്ടോ ഇത് മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ച് വറുത്ത് പൊടിച്ചെടുത്താണ്. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കായം, ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഇത് നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് പരിപ്പ് ആദ്യം നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇത് ഫുള്ള് നമുക്ക് വേവിച്ചെടുക്കണം. കുറച്ച് പരിപ്പ്, നേരത്തെ തക്കാളിയുടെ വെള്ളം ഉണ്ടോ അതിനകത്ത് കിടക്കുന്നത്, ഇത്ര പരിപ്പിട്ട് ഇത്ര മതിയാവും. പിന്നെ വെജിറ്റബിൾസ് ഫുള്ള് നമ്മൾ ഇടുകയാണ് കേട്ടോ. നമ്മൾ വെജിറ്റബിൾസ് ഫുള്ള് ഇട്ടു. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇടാവേ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത സാമ്പാർ പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ഇടുകയാണ് കേട്ടോ. നിങ്ങളെടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാതെ. കുറച്ച് കായപ്പൊടി ഇടാണ്. ഇതിങ്ങനെയാണ് വരുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അത് ഒരു ഈ സ്പൂണിലൊരു 2 സ്പൂൺ ഇടുക. കുറച്ചധികം വെജിറ്റബിൾസ് ഉണ്ടല്ലോ, പിന്നെ ഈ പുളിവെള്ളം കൂടി നമുക്ക് ഒഴിക്കാം. പുളിവെള്ളത്തിന് പകരം പെരിഞ്ചീരകം ഇട്ട് അങ്ങനെ ആ ഒരു ഫ്ലേവറിലിടാം. കായപ്പൊടി കുറച്ചുകൂടി ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇടുക. അതിന് മുന്നേ ഈ തക്കാളിയുടെ ഈ പേസ്റ്റ് ഇതും കൂടി ഇട്ടേക്കാം. പിന്നെ ഇത് കഴുകി ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമ്മളിത് വേവിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളമെല്ലാം ഒഴിച്ച് എല്ലാം നല്ലപോലെ ഇളക്കി നമ്മൾ സെറ്റാക്കി ഇപ്പോൾ വേവിക്കാൻ പോകണം കേട്ടോ. ഒരു 3-4 സ്റ്റീം വരുന്നത് വരെ നന്നായിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ നമ്മൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. കടുക് ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ. പിന്നെ നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും ഉണക്കമുളകും കൂടി ഇടുകയാണ്. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ, ഇല്ലെങ്കിൽ മുളകൊക്കെ കരിഞ്ഞു വരും. ഇത് ശരിക്കും ആയതിനു ശേഷം നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് സ്പെഷ്യലാണ്. ഈ രീതിയിലത് ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, നല്ല ഫ്ലേവറാണ്. ഇത് ശരിക്കും ആയിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ആയിട്ടുണ്ട്, നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് തക്കാളി, ഒരു തക്കാളി പേസ്റ്റ് ആക്കിയതാണ്. നമ്മളിത് സാമ്പാറിലേക്ക് ഒഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫുള്ള് സെറ്റായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. പ്രത്യേക ഫ്ലേവറും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല സെറ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി ഈ രീതിയിൽ.